ആപ്റ്റിക്സ് അക്കാദമിയുടെ ലൈവ് ഫ്രീ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് നോക്കുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോഗിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ 2 ലൈവ് ക്ലാസ്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തേല് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഒന്ന്, നമ്മൾ മെയിൻ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ വരുന്ന ഓവറോൾ ആയിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ സെഷൻ നമ്മൾ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ വരുന്ന ഓവറോൾ ആയിട്ടുള്ള സിലബസ് എത്രത്തോളം ഉണ്ട്, അത് ഏതൊക്കെയെന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അറൌണ്ട് 10 to 15 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ആ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മീൻസ് അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ബേസിൽ തന്നെയാണ്. അപ്പോൾ ഒരു 10 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ മീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ 2 ടാർഗറ്റോട് കൂടിയാണ് ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണുക. സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാനുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. അതൊരു സമ്മറൈസ്ഡ് ആയിട്ട് ഒരൊറ്റ സ്ക്രീനിൽ വരുന്ന പൊസിഷനൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിന്റെയും, നിങ്ങൾ എല്ലാവരും ഈ ഗ്രൂപ്പില് ഉള്ളവരല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂ ഗ്രൂപ്പ് 2022 ന്യൂ ഗ്രൂപ്പ് എന്നുള്ളതിൽ ആ ഗ്രൂപ്പിലുള്ളവരല്ലേ ഇപ്പോൾ ഉള്ള ക്ലാസ്സിലുള്ളവരെല്ലാവരും. മീൻസ് ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് ഇത് അയച്ചു തരും, നോട്ട് അയച്ചു തരും. അതിന് നിങ്ങൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്ത് നോക്കുക. എത്രത്തോളം ശരിയായി എത്രത്തോളം ശരിയായില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്ലാസ്സിനിടയിൽ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ആ മെറ്റീരിയൽ വരുന്നതായിരിക്കും. അത് കിട്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. എല്ലാവരും ഗ്രൂപ്പിലുള്ളവരാണല്ലോ അല്ലെ? ആ ഗ്രൂപ്പിൽ മാത്രം ഒരൊറ്റ ഗ്രൂപ്പിലെ നമുക്ക് സെൻഡ് ചെയ്ത് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലാത്തവരുണ്ടെങ്കിൽ പറയുക. ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിലബസിനെ കുറിച്ച് പരിചയപ്പെടണം. മെയിൻലി വരുന്നതാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന് പറയുന്നത്. കേട്ടറ്റിനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുന്നു എന്ന് മാത്രം. 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 കാറ്റഗറിയിലും സൈക്കോളജി ആൻഡ് പെഡഗോഗി പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ആ സൈക്കോളജി ആൻഡ് പെഡഗോഗിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സിലബസിനെ കുറിച്ചും ഓരോ കാറ്റഗറിയിലും ഓരോ പാർട്ടിലും വരുന്ന സബ്ജക്റ്റുകളും ഓരോന്നും എത്രത്തോളം മാർക്കുകൾ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവില് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ, അത് ആ ക്ലാസ് നിങ്ങൾ പരിചയപ്പെടുക. ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നതുമാണ് 2 ഇംഗ്ലീഷ് ക്ലാസ്സും ജനറൽ ഓറിയന്റേഷൻ എന്നുള്ള ക്ലാസ്സും. ഓക്കെ, രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ആദ്യത്തെ 20 മിനിറ്റ് ആണ് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് സെഷനിൽ നോക്കുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോഗി അഥവാ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ മലയാളം അറിയാമെന്ന് വിചാരിക്കുന്നു. പെഡഗോഗി അല്ലെങ്കിൽ പെഡഗോജി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ബോധനശാസ്ത്രം എന്നുള്ളതാണ് പറയുന്നത്, പെഡഗോജി. ഓക്കെ, ഇതിന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാ കാറ്റഗറിയിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും, മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും LPSA, UPSA, HSA, CTET, സെറ്റ്, നെറ്റ്, BEd, TTC, PPTTC, DLEd, PSC ടീച്ചേഴ്സ് ഇന്റർവ്യൂ, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കേട്ടറ്റ്, ഓൾ കാറ്റഗറിയിലും എന്ത് വരുന്നുണ്ട്, സൈക്കോളജി ആൻഡ് പെഡഗോഗി വരുന്നുണ്ട്. ആ എക്സാംസിന്റെ എല്ലാം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാറുന്നുള്ളൂ. അതേപോലെ തന്നെ കാറ്റഗറി 3യിൽ മാത്രം കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ഔട്ട്ലൈൻ ബേസിലാണ് കാറ്റഗറി 1, 2, 4. കാറ്റഗറി 1, 2, 4 ഈ ഒരു 3 കാറ്റഗറിയിൽ നമ്മൾ ഒരു 70-80% സൈക്കോളജി ആൻഡ് പെഡഗോഗിയിലെ ഔട്ട്ലൈൻ ബേസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കി ഒരു 20% ആണ് ഇൻഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇത് കുറേ സിലബസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കുറേ പഠിക്കാനുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊന്നും ഇല്ല. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഔട്ട്ലൈൻ ബേസിൽ പോകുമ്പോൾ വളരെ പെട്ടെന്ന് സിലബസ് ഒക്കെ തീരും, നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. എന്നാൽ കാറ്റഗറി 3യിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ കുറച്ച് മാറും. ഒരു 60%ഓളമാണ് ഔട്ട്ലൈൻ ബേസിൽ വരുന്നത്. ബാക്കി 40%ഉം കുറച്ച് ഇൻഡെപ്ത് ആയിട്ടും കൂടി ചോദ്യങ്ങൾ വരുന്നുണ്ട് സൈക്കോളജി ആൻഡ് പെഡഗോഗി. അത് 40 മാർക്കിനുമാണ്. ഓക്കെ, നമ്മൾ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നോക്കുമ്പോൾ കാറ്റഗറി 1, 2, 4 ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 30 ആണ് നമ്മൾ മാർക്ക് കാണുന്നെങ്കിലും അറൌണ്ട് ഒരു 40 മാർക്സ് വരെ നമുക്ക് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് 10 മാർക്ക് കൂടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സബ്ജക്ട് ബേസിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് സയൻസിന്റെ പെഡഗോഗി, സോഷ്യലിന്റെ പെഡഗോഗി, അതേപോലെ തന്നെ മാത്സിന്റെ പെഡഗോഗിയിൽ നിന്നൊക്കെ 2-3 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ഒരു 10 ക്വസ്റ്റ്യൻസ് വരെ നമ്മളോട് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് 1 to 4 കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ
സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നും 40 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ കാറ്റഗറി 3യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 70 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. 70 മാർക്കിനും കാറ്റഗറി 3യിൽ നിന്നും സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നുമാണ് ചോദിക്കുന്നത്. 40 മാർക്കും ജനറൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിയാണ്, 30 മാർക്ക് അതായത് സ്പെഷ്യൽ സബ്ജക്റ്റിന്റെ പെഡഗോഗിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇവ വളരെ കറക്റ്റ് ആയിട്ട് തറോ ആയിക്കൊണ്ട് തന്നെ പഠിച്ചു പോകാനും കൂടി ശ്രമിക്കുക. ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ആ കാര്യം പറയുന്നു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൈക്കോളജി ആൻഡ് പെഡഗോഗിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ കാറ്റഗറിയിലും വരുന്ന സൈക്കോളജിന്റെ സ്കോപ്പിനെ കുറിച്ചുമാണ് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി സൈക്കോളജി ആൻഡ് പെഡഗോഗിന്റെ സബ്ജക്ട് ബേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1 വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2 മനഃശാസ്ത്ര മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. 3 തത്വശാസ്ത്ര മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. 4 പെഡഗോഗി മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? 4 മേഖലകളിൽ നിന്നുമാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഈ 4 മേഖലയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സിലബസിനെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ഓർമ്മയിലേക്ക് കയറ്റിയാൽ മതി. ഓരോന്നും സിലബസിന്റെ ബേസിലൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ ക്ലാസ്സിൽ ഇവ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു കാരണവശാലും ഔട്ടായി പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ല. ആ ബ്രെയിനിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആവർത്തിച്ച് നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് ഫിക്സേഷൻ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. 1 വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസ ചരിത്രമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിലും എന്നാലും കുറഞ്ഞ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ചും കേരള വിദ്യാഭ്യാസത്തിന്റെയും ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 1 കൊളോണിയൽ ഭരണകാല വിദ്യാഭ്യാസം, ആ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, വിദ്യാഭ്യാസ നയത്തെ കുറിച്ച്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസ നയം NEP 2020, ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒക്കെ പിന്നെ ഏതിന്റെ ബേസ് ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. PSCയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോത്താരി കമ്മീഷൻ, പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ നയം 1968, അതിനുശേഷം വിദ്യാഭ്യാസ നയം 1986, പിന്നെ ഇപ്പോൾ വരുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020. ഇതൊരു ശൃംഖലയായിട്ട് വരുന്ന, അതിന്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ കമ്മീഷനുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ നയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ എന്നുള്ളത്. 2 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളത്. 3 എഡ്യൂക്കേഷൻ പോളിസീസ്, ആ എഡ്യൂക്കേഷൻ പോളിസീസ് 3 എണ്ണം ഉണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. പിന്നെ അടുത്ത വരുന്നതാണ് വിദ്യാഭ്യാസത്തിന് അണ്ടർ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ഏതൊക്കെയെന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് റിലേറ്റഡ് ടു ദി എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഒരു മേഖലയാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോൾ ഏതൊക്കെയാണ്? ഓക്കെ, നോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഏതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ അണ്ടറിൽ നമ്മൾ സിലബസ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടത്? എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ, കോളനി വൽക്കരണത്തിന്റെ ആ ഒരു കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസം എങ്ങനെയാണ്. 2 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയെന്നുള്ളത്. അടുത്ത് വരുന്ന ആ കമ്മീഷനിൽ തന്നെ എടുത്ത് പറയുന്നതാണ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ പോളിസി, ആ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏതൊക്കെ എടുത്ത് പറയുന്നത്? കോത്താരി വരുന്നുണ്ട്. മെയിൻലി ആണ് ഞാൻ പറയുന്നത്. വേറെ കുറച്ച് 10 എണ്ണം ഉണ്ട്. മൊത്തം 90 ജില്ലാ എണ്ണമുണ്ട്. പക്ഷെ അതില് 10 എണ്ണമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അതിൽ എടുത്ത് പറയുമ്പോൾ, ആ 10 എണ്ണത്തിൽ എടുത്ത് പറയുമ്പോൾ കോത്താരി വരുന്നുണ്ട്. അതേപോലെ തന്നെ 1968 വിദ്യാഭ്യാസ നയം വരുന്നുണ്ട്. അതേപോലെ തന്നെ 1986 ഉണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഉണ്ട്. ഓക്കെ, then പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് റിലേറ്റഡ് ടു ദി എഡ്യൂക്കേഷൻ. ദ ലാസ്റ്റ് വൺ കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. ഈ കേരള കരിക്കുലം ഫ്രെയിംവർക്കും വിദ്യാഭ്യാസ നയവുമാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ കൊടുത്തുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ബാക്കിയുള്ളതിന് എല്ലാത്തിനും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഏതിനാണ്? വിദ്യാഭ്യാസ നയത്തിനാണ്. പിന്നെ വിദ്യാഭ്യാസ നയവും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിനുമാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കിയാണ് എന്തിനു കൊടുക്കേണ്ടത്? പിന്നെ കൊളോണിയൽ ഭരണകാല വിദ്യാഭ്യാസം, സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു വേരിയൻസിനെ കുറിച്ചും കൂടി നിങ്ങൾ ഒന്ന് തലയിലേക്ക് കയറ്റണം. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഈ സിലബസ് ഏതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസും കൂടി നിങ്ങൾ കണക്കാക്കണം. ആ കണക്കാക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് പഠനം പെട്ടെന്ന് തീർത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തീർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഓക്കെ,
അടുത്ത ഇതിപ്പം ഫസ്റ്റ് ഭാഗമാണ് വരുന്നത്. മറ്റു പോയിന്റുകൾ പറയുന്നതിനേക്കാൾ കുറച്ചൊരു കമ്പാരിറ്റീവ്ലി കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് വരുന്നതാണ് ബാക്കി ഇനി മുഴുവൻ പറയുന്നതും. പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് യൂണിറ്റില് ഫസ്റ്റ് കാര്യത്തില് ഞാൻ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ബാക്കി വരുന്ന 3 എണ്ണത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇനി വരുന്ന എല്ലാത്തിനും വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നതാണ് സിലബസിൽ പഠിക്കാനുള്ളത് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്നതിന്റെ അണ്ടറിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. എത്ര തവണ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല, ചോദ്യമായിട്ടൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. എത്ര മാർക്കിനൊക്കെ നിങ്ങൾ മിസ്സാവുന്നുണ്ട്. സ്വന്തമായിട്ട് പഠിച്ചവരാണ് ഭൂരിഭാഗം കുട്ടികളും അല്ലെ. എന്നിട്ട് സ്വന്തമായിട്ട് പഠിച്ചിട്ട് എത്ര മാർക്കിന് നിങ്ങൾ മിസ്സാവുന്നുണ്ട്? 1 മാർക്കിന് അല്ലെ, അല്ലെങ്കിൽ 2 5 മാർക്കിന്, 2 മാർക്കിന്, 1 മാർക്കിന്, 12 മാർക്കിന്. 12 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. 1 മാർക്ക് നഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം. ഇപ്പൊ ഇതാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2 മാർക്കിന് നഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ഒരു മാക്സിമം 5ന് ചോടെ നഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഫെയിൽ ആവുന്നവരാണ്. 5 മാർക്കിന് താഴെ മാർക്ക് കിട്ടാത്തത് കൊണ്ട് ഫെയിൽ ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരൊരു ചെറിയൊരു കോച്ചിങ് സെന്ററിൽ പോലും ജോയിൻ ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവർ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, അവർ വാരി വലിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഏതാണ് ഇമ്പോർട്ടൻസ്, ഏതാണ് ലെസ് ഇമ്പോർട്ടൻസ്, ഏതാണ് ആദ്യം എടുത്ത് പഠിക്കേണ്ടത്, അടുത്ത എടുത്ത് പഠിക്കേണ്ടത് ഏതാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ 1 മാർക്കിന്, 2 മാർക്കിന്, 4 മാർക്കിന്, 5 മാർക്കിനൊക്കെ ഫെയിൽ ആവുന്നത്. ഓക്കെ, ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവരുത്. നമ്മൾ ടെറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പഠിക്കുന്നതിന് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ആ റൂട്ടിൽ തന്നെ വേണം പഠിക്കാൻ. ഓക്കെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കടൽ കണക്കിന് സിലബസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊരു റൂട്ട് ബേസിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ടെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ LPS UPSC പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കേട്ടിട്ട് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ LPS UPSC HS ഒക്കെ ആണ് നിങ്ങൾ എങ്ങനെ അക്വയർ ചെയ്തെടുക്കാൻ കഴിയും? ഓക്കെ, അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് തന്നെ പഠിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടറ്റിന് 80% ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, മീൻസ് ഔട്ട്ലൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, 20% ആണ് ഡെപ്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ PSC തലത്തിൽ എത്തുമ്പോൾ PSC എന്ന് പറയുന്നത് LPS UPSC HS HSST ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ 80% ഡെപ്തിലും 20% ഔട്ട്ലൈൻ ബേസിലുമാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഓക്കെ, സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഡെപ്ത് ആയി പഠിക്കണം എന്നുള്ളതാണ് PSC തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ 80% ഔട്ട്ലൈൻ ആണ്, ഒരു 20% ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, പിന്നെ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സ്റ്റഡീസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, നിങ്ങളെ കാറ്റഗറി 3യിൽ വരുന്ന സ്പെഷ്യൽ സബ്ജക്റ്റുകൾ എല്ലാത്തിനും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസ് നമ്മൾ ഉണ്ടാവുക, ആ സെൻസിനനുസരിച്ച് നമ്മൾ പ്ലാനിങ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ക്ലിയർ ആണെന്നല്ലോ? ഓക്കെ, ആ ഒരു സ്റ്റഡി പ്ലാന് ആ ഒരു സെൻസിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനഃശാസ്ത്രത്തിന്റെ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനഃശാസ്ത്ര സമീപനങ്ങൾ എന്ന് പറയും, അഥവാ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു 8, 10, 12ഓളം സ്കൂളുകളുണ്ട്. ആ സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയും, മെത്തേഡ്സ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര രീതികൾ എന്ന് പറയുന്നത്. ആ രീതികൾ ഏതൊക്കെയാണ്? ഒരു മനഃശാസ്ത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജീവിയുടെ കോഗ്നിറ്റീവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ് മനഃശാസ്ത്ര രീതികളിൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതൊരു സിലബസ് ആണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. വ്യക്തിത്വവും വ്യക്തി വ്യത്യാസങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു രണ്ടാമത്തെ ഭാഗത്ത് എടുത്ത് പറയുന്നത്. അതെന്താണ്? പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് വ്യക്തിത്വവും വ്യക്തി വ്യത്യാസങ്ങളും. പിന്നെ അടുത്തൊരു ഭാഗമാണ് പഠനവും പഠന സിദ്ധാന്തങ്ങളും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠനവും പഠന സിദ്ധാന്തങ്ങളും. അതേപോലെ തന്നെ വളർച്ചയും വികാസവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ വ്യക്തി വ്യത്യാസങ്ങളും ബുദ്ധി സിദ്ധാന്തങ്ങളും, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഇന്റലിജൻസ് തിയറീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ ആ ഒരു സെഷനിലേക്ക് നമ്മൾ എടുക്കുകയാണ് സൈക്കോളജി, പ്യുവർലി സൈക്കോളജിയാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി സൈക്കോളജിയാണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യമാണ് മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജി പഠിച്ചാലാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് വരാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ആ പ്യുവർ സൈക്കോളജി നമ്മൾ എടുത്തു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു MSc സൈക്കോളജിക്കാരനോ അല്ലെങ്കിൽ MSc ക്ലിനിക്കൽ സൈക്കോളജിക്കാരനോ അല്ലെങ്കിൽ MSc അപ്ലൈഡ് സൈക്കോളജിക്കാരനോ അല്ലെങ്കിൽ MSc ജനറൽ MA സൈക്കോളജിക്കാരനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളാണ് ബേസിക്കലി ആദ്യമേ പഠിക്കുക. നമ്മൾ BEdലും TTCയിലും PPTCയിലും ഈ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ് പഠന സിദ്ധാന്തങ്ങളും പഠനവും. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ വരുന്നത് ഇന്റലിജൻസ് തിയറീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് വ്യക്തിത്വവും വ്യക്തി വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി അപ്രോച്ചസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, വ്യക്തിത്വവും വ്യക്തി വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി അപ്രോച്ചസ്, വ്യക്തിത്വ സമീപനങ്ങൾ എന്നും പറയും. ഈ ഒരു 3 കാര്യങ്ങളാണ് രണ്ടാമത്തെ ഈ യൂണിറ്റില് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം തത്വശാസ്ത്രം എന്ന് പറയുന്നത്. തത്വശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് മക്കളെ? തത്വശാസ്ത്രം ഫിലോസഫി. ഈ ഫിലോസഫിയിൽ എത്ര തരം ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടെന്ന് അറിയോ? പിന്നെ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഏതൊക്കെയാണെന്ന് അറിയാവോ? സ്കൂൾസ് ഓഫ് ഫിലോസഫി ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? അറിയില്ല. ആർക്കും അറിയില്ലേ? ഓക്കെ, ഞാൻ പറയാം. ഒരു പ്രധാനമായിട്ടും 4 ഫിലോസഫിക്കൽ കോൺസെപ്റ്റുകളാണ് എടുത്ത് പറയുന്നത്. ആദർശവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രകൃതിവാദം, ആദർശവാദം, യാഥാർത്ഥ്യവാദം. ഓക്കെ, യാഥാർത്ഥ്യവാദം, പ്രായോഗികവാദം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ആദർശവാദവും പ്രകൃതിവാദവും പ്രായോഗികവാദവും യാഥാർത്ഥ്യവാദവും. യാഥാർത്ഥ്യവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് റിയലിസം അല്ലെ. പ്രായോഗികവാദത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയോ? ചോദിക്കും, ഓർത്തു വെക്കണം കേട്ടോ. പ്രായോഗികവാദത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രാഗ്മാറ്റിസം എന്നാണ് പറയാം. പ്രാഗ്മാറ്റിസം ഇമ്പോർട്ടന്റ് ആണ്. പ്രാഗ്മാറ്റിസം. പ്രകൃതിവാദം നിങ്ങൾക്കറിയാം, നാച്ചുറലിസം. ആദർശവാദം എന്താണെന്ന് അറിയാം, ഐഡിയലിസം. അപ്പോൾ ഈ ഒരു സെഷനും രണ്ടാമതായിട്ട് വരുന്നതാണ് വിദ്യാഭ്യാസ വിചക്ഷണർ എന്ന് പറയുന്ന ഒരു സെഷൻ. ഓക്കെ, ഏതൊക്കെയാണ് ഈ ഒരു തത്വശാസ്ത്രത്തിൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്? 1 വിദ്യാഭ്യാസ ദർശന സമീപനങ്ങളും, 2 വിദ്യാഭ്യാസ വിചക്ഷണരുമാണ്. വിദ്യാഭ്യാസ വിചക്ഷണരെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 10-15ഓളം വിദ്യാഭ്യാസ വിചക്ഷണരെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ കൊമിനിയസ് ഉണ്ടാവാം, റൂസോ ഉണ്ടാവാം, പെസ്റ്റലോസ് ഉണ്ടാവാം, ഹെർബർട്ട് സ്പെൻസർ, പിന്നെ ഹെർബർട്ട് ഉണ്ട്, ജോൺ ഫ്രെഡറിക് ഉണ്ട്, മറിയ മോണ്ടിസോറി ഉണ്ട്, ജോൺ ഡ്യൂയി ഉണ്ട്, ജോൺ ലോക്ക്, പൗലോ ഫ്രയർ, ഫ്രോബെലെ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, അരവിന്ദോ ഘോഷ്, ഇങ്ങനെ പറയുന്ന ഒരു 10-15ഓളം വിദ്യാഭ്യാസ വിചക്ഷണരെ നമ്മൾ എന്ത് ചെയ്യണം? തത്വശാസ്ത്രത്തിൽ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അതാണ് തത്വശാസ്ത്രം. പ്രാഗ്മാറ്റിസത്തിന്റെ മലയാളം എന്ന് പറഞ്ഞ പ്രായോഗികവാദം. പ്രായോഗികവാദം. ഓക്കെ. അപ്പോൾ ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം അഥവാ ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം. ഇങ്ങനെ 3 സെഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. വിദ്യാഭ്യാസ സെഷനും മനഃശാസ്ത്രപരമായിട്ടുള്ളതും തത്വശാസ്ത്രപരമായിട്ടുള്ളതും. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അവസാനത്തെ സിലബസിൽ അവസാനമായിട്ട് വരുന്ന ഭാഗമാണ് ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ബോധനശാസ്ത്രത്തിൽ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ പറയുന്ന ആദ്യത്തെ 3 എണ്ണമാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ്, ടീച്ചിങ് പ്ലാൻ ആൻഡ് ക്ലാസ് പ്ലാൻ. ബോധനാസൂത്രണവും പാഠാസൂത്രണവും. ഈ മലയാളം നിങ്ങൾ എഴുതി പറഞ്ഞ് തന്നെ ശീലിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മെയിൻലി ടെറ്റ് 1ഉം 2ഉം 4 ഒക്കെ എഴുതുന്നവര്. ഓക്കെ, ടെറ്റ് 3കാർക്ക് ഇംഗ്ലീഷ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഉണ്ടാവും. ഒരിക്കലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് കൂടി വായിച്ചു പോകാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത്. കഴിഞ്ഞ എക്സാമില് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷിൽ കറക്റ്റുമാണ്, മലയാളത്തിൽ തെറ്റുമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? മലയാളത്തിലെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ 2ഉം സെയിം വന്നു. പക്ഷെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ 2ഉം എല്ലാം വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ കറക്റ്റ് തന്നെയായിരുന്നു. ആ ഇംഗ്ലീഷും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ആൻസർ കറക്റ്റ് തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും പ്രോബ്ലം അല്ല. അവിടെ അത് PSC ആ ക്വസ്റ്റ്യൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ കുട്ടികൾക്ക് ആ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാസ്സായിട്ടുള്ളവരുമുണ്ട്. ഓക്കെ,
അപ്പം ഈ ബോധനശാസ്ത്രത്തിൽ മെയിൻലി ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ്, ടീച്ചിങ് പ്ലാൻ ആൻഡ് ക്ലാസ് പ്ലാൻ. അടുത്ത ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്നതാണ് നിങ്ങളുടെ സബ്ജക്ട് ബേസിലുള്ള പെഡഗോഗി എന്ന് പറയും. സോഷ്യൽ സ്റ്റഡീസിന്റെ പെഡഗോഗി, സയൻസിന്റെ പെഡഗോഗി, മാത്തമാറ്റിക്സിന്റെ പെഡഗോഗി, ലാംഗ്വേജിന്റെ പെഡഗോഗി, ഇംഗ്ലീഷും മലയാളവും അങ്ങനെ ഹിന്ദി ഇങ്ങനെ പറയുന്ന ആ സബ്ജക്റ്റുകളുടെ ലാംഗ്വേജിന്റെ പെഡഗോഗി. ഇത്രയുമാണ് നമ്മളെ സിലബസ് ബേസിലുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. എന്താണ്? ഒന്ന്, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള യൂണിറ്റ്, ഒന്നാമത്തെ യൂണിറ്റ്. ഇതാ കാണിക്കുകയാണ്, സ്ക്രീനിൽ കണ്ടോളൂ. ഇത് മൊത്തത്തിലൊന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക്. വിദ്യാഭ്യാസത്തിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റിൽ വരുന്നത്, തത്വശാസ്ത്രത്തിൽ വരുന്നത്, അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റിൽ വരുന്ന ബോധനശാസ്ത്രത്തിൽ വരുന്നത്, മനഃശാസ്ത്രത്തിലും ബോധനശാസ്ത്രത്തിലും വരുന്നത്. ഇംഗ്ലീഷ് വേർഡുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാനും കൂടി ശ്രമിക്കുക. ഇത് സിലബസ്, ഇതാണ് സൈക്കോളജിന്റെ സിലബസ് ആണിത്. സൈക്കോളജിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഒരു 8-10ഓളം പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിലബസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പുസ്തകങ്ങളൊന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ടാലന്റിന്റെ പുസ്തകമുണ്ട്, എയ്സിന്റെ പുസ്തകമുണ്ട്, അതേപോലെ തന്നെ ആനന്ദ് പബ്ലിക്കേഷൻസിന്റെ പുസ്തകമുണ്ട്, അതേപോലെ തന്നെ 1 പബ്ലിക്കേഷന്റെ പുസ്തകമുണ്ട്, അതേപോലെ തന്നെ അരുൺസ് പബ്ലിക്കേഷന്റെ പുസ്തകമുണ്ട്, ലക്ഷ്യയുടെ പുസ്തകമുണ്ട്, അതേപോലെ തന്നെ നമ്മൾ BEdന് യൂസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ MSc സൈക്കോളജിക്കും MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയിലും ഉപയോഗിച്ചിട്ടുള്ള പുസ്തകമുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ പുസ്തകങ്ങൾ. ഇനിയിപ്പോ എന്താണ്, ബാലകൃഷ്ണ സാറിന്റെ പുസ്തകം എടുത്തിട്ടുണ്ട്, ഷിറാസ് സാറിന്റെ പുസ്തകങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പക്കവായിട്ടുള്ള ഒരു സിലബസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബേസിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചിങ് മേഖലയിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ സിലബസ് മാത്രം പഠിച്ചു പോയാൽ മതി എന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. അത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സിലബസ് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്ലാസ്സുകളെ പല യൂണിറ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ ഒരു 10 യൂണിറ്റുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. 10 യൂണിറ്റുകളുടെ ഉള്ളിലാണ് ഈ പറഞ്ഞിട്ടുള്ള സിലബസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 10 യൂണിറ്റുകളാണ് നമ്മൾ എങ്ങനെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കാണാൻ കഴിയും? കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. കാണാൻ പറ്റാത്ത വ്യക്തി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ അപ്പൊ കാണാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതൊന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പിന്നെ അത് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലര് വീഡിയോ ഓൺ ആകുമ്പോൾ ആ പിൻ ചെയ്യാത്തവർക്ക് ആദ്യം കാണുക ഈ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കും കാണുക. അതാണ് ഈ ഒരു ഗൂഗിൾ മീറ്റിന്റെയും സൂം മീറ്റിന്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ സ്ക്രീൻ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. പിൻ ചെയ്ത് വെക്കുമ്പോൾ ആര് വീഡിയോ ഓൺ ആക്കിയാലും അല്ലെങ്കിൽ ആര് സൗണ്ട് ഓൺ ആക്കിയാലും എന്ത് ചെയ്യില്ല, അത് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് പോവില്ല. അതേസമയം സ്ക്രീൻ ഓൺ ആകുന്ന സമയത്ത് സൗണ്ട് ഓൺ ആവുകയോ അല്ലെങ്കിൽ വീഡിയോ ഓൺ ആവുകയാണെങ്കിൽ ആദ്യം എന്താ വരിക, ഓൺ ആകുന്ന ആ സാധനമായിരിക്കും വരിക എന്നുള്ള. അപ്പോൾ ഈ 10 യൂണിറ്റ്, ഒന്ന് വ്യക്തിത്വ സമീപനങ്ങളും ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ളത്. പേഴ്സണാലിറ്റി അപ്രോച്ചസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പഠനവും പഠന സിദ്ധാന്തങ്ങളും, ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. മനഃശാസ്ത്ര സമീപനങ്ങളും രീതികളും, സ്കൂൾസ് ഓഫ് സൈക്കോളജി ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ഒരു യൂണിറ്റ് ആയിട്ട്. വിദ്യാഭ്യാസ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫി, നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിലോസഫി അത് വിദ്യാഭ്യാസ തത്വശാസ്ത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ബോധന രീതികളും തന്ത്രങ്ങളും, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്. വ്യക്തി വ്യത്യാസങ്ങളും ബുദ്ധി സിദ്ധാന്തങ്ങളും, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഇന്റലിജൻസ് തിയറീസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് തിയറീസ്. മൂല്യനിർണ്ണയവും വിശകലനവും, ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ബോധനാസൂത്രണവും പാഠാസൂത്രണവും, ടീച്ചിങ് പ്ലാൻ ആൻഡ് ക്ലാസ് പ്ലാൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ചരിത്രം, എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി എന്നതിന്റെ അണ്ടറിലാണ് വിദ്യാഭ്യാസം എന്നതിന്റെ ആ യൂണിറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസമുണ്ട്, സാക്ഷരത എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, എഡ്യൂസാറ്റിനെ കുറിച്ച് നമ്മളോട് ചോദ്യം വരുന്നുണ്ട്, മോട്ടിവേഷൻ അഭിപ്രേരണ എന്ന് പറയുന്നതിനെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് മാർഗദർശനവും പ്രബോധനവും എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ യോഗയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല, ആ യോഗ ദർശനത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ കേട്ടോ.
ഓക്കെ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതേപോലെ തന്നെ ബാലാവകാശ കമ്മീഷനുകൾ, ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ യൂണിറ്റുകളാണ് മറ്റ് വിഷയങ്ങൾ എന്നതിന്റെ അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 10 യൂണിറ്റുകളായിക്കൊണ്ട് നമ്മൾ പഠിച്ചു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി എല്ലാ ഏരിയയിലേക്കുമുള്ള സൈക്കോളജി ആൻഡ് പെഡഗോഗി നിങ്ങൾ പഠിച്ചു തീർത്തു, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ബ്രെയിനിൽ ക്രോഡീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു പ്ലാനിങ്ങിന് വേണ്ടി തയ്യാറാവുക. ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുക. ഇപ്പോൾ തന്നെ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളുടെ ആ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു കാറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 2.5 മണിക്കൂർ കണക്കാക്കണം. ഓക്കെ, LPS UPS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു 2-3 വർഷത്തിനുള്ളിലായിരിക്കും അതൊക്കെ വരിക. പക്ഷെ അത് നമുക്ക് ഒരു 1/2 മണിക്കൂറും 1 മണിക്കൂർ ഡയലി കിട്ടിയാൽ മതി. ഇത് നമ്മൾ ഒരു 2-2.5 മണിക്കൂർ ഡയലി നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിലാണ് നമുക്ക് ആ ഒരു 5 സബ്ജക്റ്റ് നമുക്ക് പിന്നെ ഔട്ട്ലൈൻ എന്ന ബേസിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 10 യൂണിറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. റെഡി അല്ലേ എല്ലാവരും? അടുത്ത സെഷനിലേക്ക് പോവാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇനിയിപ്പോ നമ്മൾ ഈ ഒരു 6 ഭാഗങ്ങൾ, ഒരു 10 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മാക്സിമം ഒരു 15 ചോദ്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിലാണ് ഒരു 15 ചോദ്യം എന്ന് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സിലബസ് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? കേട്ടിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ സിലബസ് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. എന്തായിരുന്നു സജിത ചോദിച്ചത്? ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ ഒരു ഡീറ്റെയിൽസ് അയക്കാം, കുറച്ച് ഡീറ്റെയിൽസ് അയക്കാം. ആൻസർ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. ഫെബ്രുവരി 21. വെരി ഗുഡ്. ലോക പുസ്തക ദിനം? ഏപ്രിൽ 23. ഏപ്രിൽ 23. വെരി ഗുഡ്. ഇനി വായനാ ദിനം എന്നാണ്? നാഷണൽ റീഡിംഗ്? ജൂൺ 19. വെരി ഗുഡ്. അടുത്തത് അധ്യാപക ദിനം എന്നാണ്? എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 5. അത് ഏത് അധ്യാപക? സെപ്റ്റംബർ 5. നാഷണൽ ആണോ ഇന്റർനാഷണൽ ആണോ? നാഷണൽ. ഇനി അന്താരാഷ്ട്രം സെപ്റ്റംബർ 8 അല്ലെ? അതൊന്നും ആരും മറന്നുപോയില്ല. ഇനി സെപ്റ്റംബർ 14 വരുന്ന ഏത് ദിനമാണെന്ന് അറിയാവോ? ഹിന്ദിയുടെ സെപ്റ്റംബർ 14 വരുന്നേ? യെസ്. അപ്പോൾ സെപ്റ്റംബർ 5-ഉം സെപ്റ്റംബർ 8-ഉം സെപ്റ്റംബർ 14-ഉം ദേശീയ ഹിന്ദിയുടെ കേട്ടോ. ലോക അധ്യാപക ദിനം നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലെ? അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. അധ്യാപകം. ലോക അധ്യാപക ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം? ഇന്റർനാഷണൽ. നവംബർ 11. ശിശുദിനം? നവംബർ 14. അടുത്ത നവംബർ 20 വരുന്നത് ഏതാണ്? ആഗോള ശിശുദിനം. അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലെ? അപ്പോൾ ഇതിൽ നിന്ന് 2 ചോദ്യം നിങ്ങൾക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിൽ നിന്നും 2 ചോദ്യം നിങ്ങൾക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അത് എല്ലായ്പ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും നിങ്ങൾ പഠിച്ചിരിക്കണം. PSC ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ഇത് ചോദിക്കും, ഷുവറാണ്. ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കും, ഷുവറാണ്. അടുത്തത് ഞാൻ അയക്കട്ടെ എന്നാല്? യെസ്. കിട്ടിയിട്ടില്ലാത്തവർ മാത്രം ഒന്ന് പറയൂ. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആദ്യത്തെ 10 പേര്. രഞ്ജിനിക്ക് പറയാൻ കഴിയോ? പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് ആരുടേതാണ്? പാവ്ലോവ് ആണോ ആര്യ? പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് പൗലോ ഫ്രയർ അല്ലേ? പൗലോ ഫ്രയർ അല്ലേ സർ? ആ, പൗലോ ഫ്രയർ ട്ടോ. രണ്ടാമത്തത് നാളത്തെ വിദ്യാലയം ആരുടേതാണ്? ആർക്ക് പറയാൻ കഴിയും? ശ്രുതിക്ക് പറയാൻ കഴിയോ? നാളത്തെ വിദ്യാലയം ഫ്രോബൽ ആണ് കേട്ടോ, ഫ്രോബലെ. എമിലി ആരുതാണ്? എല്ലാവർക്കും അറിയാം. യെസ്, വെരി ഗുഡ്, റൂസോ. Then life divine foundations of Indian culture.
അരബിന്ദോ ആരാണ്? എന്താ പറഞ്ഞ? അത് തന്നെ ശരി തന്നെയാണ്. എന്താണ്? അരബിന്ദോ അരവിന്ദോ ഘോഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. അരവിന്ദോ ഘോഷ്. ഡി സ്കൂളിംഗ് സൊസൈറ്റി ആരതാണ്? ഇവാൻ ഇലിച്ച്. വെരി ഗുഡ്. എന്താണ്? ഇവാൻ ഇലിച്ച്. ദെൻ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള ആരതാണ്? ഹെർബർട്ട് ആണ് കേട്ടോ, ഹെർബർട്ട്. ദെൻ ദ ഗ്രേറ്റ് ഡിഡാക്ടിക്. ഗ്രേറ്റ് ഡിഡാക്ടിക്കോ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആക്കെ എല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ്, ഷുവറായിട്ടും അറിയുന്നവരാണല്ലോ. ഒന്ന് പറയൂ സുഫൈറ. അമൃത വിജയൻ പറയൂ. അറിയില്ല സാർ. അറിയില്ല. ആരുതാണ്? കൊമിനിയസിന്റേതാണ് കേട്ടോ. കൊമിനിയസ്, ദ ഗ്രേറ്റ് ഡിഡാക്ടിക്. കൊമിനിയസ് കേട്ടോ, കൊമിനിയസ്. എഡ്യൂക്കേഷൻ ഓഫ് മാൻ. സോബൽ. അതെ, വെരി ഗുഡ്. എന്താണ്? ഫ്രോബൽ. ദെൻ ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ക്ഡ്. നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്. ആരുതാണ്? കൊമിനിയസ് കേട്ടോ. ജനാധിപത്യം വിദ്യാഭ്യാസം ചോദിച്ചിട്ടുള്ളതാണ്. ആരുതാണ്? ജനാധിപത്യം വിദ്യാഭ്യാസം ചോദിച്ചതാണ്. ജനാധിപത്യം വിദ്യാഭ്യാസം ആരുതാണ്? ശ്രുതി പറഞ്ഞോളൂ. ഫ്രോബലാണ് സാർ. വെരി ഗുഡ്. ഫ്രോബൽ, ഫ്രോബൽ. അടുത്ത സെക്കൻഡ് പാർട്ട്. ഇതൊന്ന് ഓടിച്ചു നോക്കുക വേഗം. ഇതിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും സെക്കൻഡ് പാർട്ട്. ഞാൻ ഫസ്റ്റിൽ ഇട്ടത് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരതാണ്? ഗാർഡനർ. യെസ്, വെരി ഗുഡ്. ഗാർഡനറുടേതാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ആസ്പെക്ട്സ് ഓഫ് ദി തിയറി ഓഫ് സിൻടാക്സ്. സിൻടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അതറിയാം. സിൻടാക്സ് എന്ന് പറഞ്ഞത് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ചോംസ്കി. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്. അപ്പൊ ലാംഗ്വേജിന്റെ മെയിൻ ആളാരാണ്? നോം ചോംസ്കി. നോം ചോംസ്കി. വെരി ഗുഡ്. ഏതാണ്? നോം ചോംസ്കി. സ്റ്റഡീസ് ഇൻ ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണ്. ആ ഹിസ്റ്റീരിയ ബന്ധപ്പെട്ട് വരുന്നത് ആരാണ്? അറിയാവോ? കേട്ടിട്ടുള്ള ആളാണ്. ഫ്രോയിഡ്. വെരി ഗുഡ്. ആരാണ്? ഫ്രോയിഡ്. ദെൻ ദ ഹോർമിക് സൈക്കോളജി. മക്ഡുഗൽ എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. അറിയുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ദ ഹോർമിക് സൈക്കോളജി. അതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. സോഷ്യൽ കോൺട്രാക്ട് ആരുതാണ്? റൂസോ. വെരി ഗുഡ്. ആരാണ്? റൂസോ. കൾച്ചർ ആക്ഷൻ ഓഫ് ഫ്രീഡം. പൗലോ ഫ്രയർ കേട്ടോ. പൗലോ ഫ്രയർ. വിദ്യാഭ്യാസത്തിന്റെ ഉള്ളുകള്ളികൾ അറിയാം? വിദ്യാഭ്യാസത്തിന്റെ ആരാണ്? മറിയ മോണ്ടിസോറി. അതെ, അത് തന്നെയാണ്, മറിയ മോണ്ടിസോറി. ദെൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്സോ? ലാംഗ്വേജസ് ആൻഡ് തോട്ട്. വൈഗോട്സ്കി. യെസ്, വെരി ഗുഡ്. ആരാണ്? വൈഗോട്സ്കി. ദ മോണ്ടിസോറി മെത്തേഡ് തയ്യാറാക്കിയതാര്? ആരെന്നെയാണ്? മറിയ മോണ്ടിസോറി. പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം ആരുടേതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഹ്യൂമനിസ്റ്റിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ആരാണ്? കാൾ റോജേഴ്സ്. അപ്പൊ ഈ ഒരു 20 കൂടി ഇതിലൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ 20. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ? അല്ലെങ്കിൽ എഴുതി വെച്ചില്ലേ? മറ്റേ ഗ്രന്ഥത്തിന്റെ ഒന്ന് കാണിക്കോ? ആദ്യം കാണിച്ചത് ആദ്യത്തെ 19ാമത്തെ ആൻസർ ഒന്ന് പറയാമോ? 19 മറിയ മോണ്ടിസോറി തന്നെയാണ്. ഇതാ ഫസ്റ്റ് പാർട്ടിന്റെ 10. ഓക്കേ സർ. 19 മറിയ മോണ്ടിസോറി. ദ നെക്സ്റ്റ് ഉപജ്ഞാതാക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ അയക്കുന്നത് കേട്ടോ. ഉപജ്ഞാതാക്കൾ ഒരു 23 ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന് എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിത് ഉൾപ്പെടുത്താൻ കാരണം ആവർത്തിക്കുന്ന ചോദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കേട്ടിട്ടുള്ളവർക്കാണ് ഇത് കൊടുക്കാറുള്ളത്. പിന്നെ കൊടുക്കാറുള്ളത്
നമ്മളിത് LPSI UPSI ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർക്കാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ആര്? ആക്ഷൻ റിസർച്ച് ആദിൽ കോശി സ്റ്റീഫൻ എം കോറി. വെരി ഗുഡ്. ആരാണ്? സ്റ്റീഫൻ എം കോറി. മാനസികാപഗ്രഥനത്തിന്റെ അവലോകനം. മാനസികാപഗ്രഥനം സൈക്കോഅനാലിസിസ്. ആശയ സിദ്ധാന്തത്തിന്റെ ആരാണ്? ഹെർബർട്ട് സ്പെൻസർ തന്നെയാണ് കേട്ടോ. കളി രീതിയുടേതോ? ഫ്രോബലാണ്. ദെൻ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെയോ? ഫ്രോബൽ. പ്രായോഗികവാദത്തിന്റെ ആരാണെന്ന് അറിയാം? ആരാണ്? ചാൾസ് പിയർസൺ. യെസ്, വെരി ഗുഡ്. പരിണാമ സിദ്ധാന്തത്തിന്റെയോ? ഡാർവിൻ. ഡാർവിൻ. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയോ? പാവ്ലോവ്. പാവ്ലോവ്. ദെൻ പർപ്പസീവ് ബിഹേവിയറിസത്തിന്റെ ആരാണ്? കേട്ടിട്ടുണ്ടോ? ടോൾമാൻ ആണ് കേട്ടോ. എഡ്വാർഡ് ടോൾമാൻ എന്ന് പറയും. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനോവിശ്ലേഷണം ആരെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ദെൻ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് 10 മൊത്തം 23 എണ്ണാണുള്ളത്. ഈ 20 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 ഇത് ഒരു പരിധിവരെ നമ്മളെ ഇന്റലിജൻസ് തിയറീസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി ആരാണ്? സ്പിയർമാൻ. ദെൻ ഇന്റർപേഴ്സണൽ മോഡൽ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ. വ്യക്തിയാന്തര മനഃശാസ്ത്രത്തിന്റെ സുപ്രധാന ഉപജ്ഞാതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. പ്രൊജക്ട് രീതി കിൽപാട്രിക്. ബിഹേവിയറിസത്തിന്റെ ആരാണ്? അറിയാം? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ആരാണ്? മാക്സ് വെർത്തിമർ ട്ടോ. ദെൻ ഹോർമിക് സൈക്കോളജി, ഹോർമിക് ഓർ പർപ്പസീവ് സൈക്കോളജി എന്ന് പറയുന്ന അതിൻ്റെത് വില്യം മാക്ഡൂഗൽ ആണ് കേട്ടോ. അപ്പൊ മാക്ഡൂഗലിന്റെ 2 ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തു വെക്കുക. മാക്ഡൂഗലിന്റെ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് തരുമ്പോഴാണ് നിങ്ങൾക്ക് പാസ്സാവാനുള്ളതിലേക്ക് വരിക. അങ്ങനത്തെ ആ കോംപ്ലിക്കേഷൻസ് ഉള്ളത് 100% ഓർത്തു വെക്കാൻ ശ്രമിക്കുക. മാക്ഡൂഗൽ ആണ് കേട്ടോ, വില്യം മാക്ഡൂഗൽ. ഹോർമിക് ഓർ പർപ്പസീവ് എന്നൊക്കെ പറയും. അണ്ടർസ്റ്റാൻഡിങ് ദ വൈഡ് റേഞ്ച് ഓഫ് ഹ്യൂമൻ മോട്ടിവേഷണൽ ഫോഴ്സസ് എന്നുള്ളതാണ്. ദെൻ സാമൂഹ്യവിദ്യയുടേതോ? ജെൽ മൊറിനോ. ബുദ്ധിയുടെ അനാർക്കിക് സിദ്ധാന്തത്തിന്റേതോ? തോണ്ടേ. ബ്രെയിൻ സ്റ്റോമിംഗ്? ഓസ്ബോൺ. ദെൻ കിൻഡർഗാർട്ടൻ പദ്ധതി? ഫ്രോബൽ. ഓക്കേ, ദെൻ നെക്സ്റ്റ് 3, അടുത്ത 3 നിപുണി പഠനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഒന്നും കൂടെ കാണിക്കാവോ? യെസ് സാർ, ആദ്യത്തെ കൂടെ ഒന്ന് കാണിക്കണേ. ഇത് എടുത്തില്ലേ? ഇത് ചെയ്തോ? ആദ്യത്തേത് ഇതാ. ഇനി നിപുണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിപുണത, സ്കിൽസ് എന്നാണ് കേട്ടോ, ഓർത്തു വെക്ക. അതിന്റേതോ? നിപുണ പഠനത്തിന്റേത് ആരാണ് ഉപജ്ഞാതാവ്? നമ്മളെല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളതായിരിക്കും. പെഡഗോഗി പഠിച്ചിട്ടുള്ളത് എന്തായാലും പരിചയപ്പെടേണ്ടതാണ്. എന്താണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറയും കേട്ടോ. ബ്ലൂം തിയറി ഒക്കെ കേട്ടിട്ടില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ട് തന്നെ പഠിക്കാനുണ്ട്. നിർദ്ദേശാംക ജ്യാമിതി അഥവാ അനലിറ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ജിയോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിർദ്ദേശാംക ജ്യാമിതി നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ആരുതാണത്? അറിയാർക്കേലും? മാത്തമാറ്റിക്സ് പഠിച്ചവരാരുണ്ടോ? കേട്ടിട്ട് 3 അനലിറ്റിക് ഓർ കോർഡിനേറ്റ് ഓർ കാർട്ടീഷ്യൻ ജിയോമെട്രി, നിർദ്ദേശാംക ജ്യാമിതി. ഡെക്കാർത്തെ. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം റൂസോ. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത്
പഠന സിദ്ധാന്തങ്ങളാണ്. പഠന സിദ്ധാന്തങ്ങളുടെ നോട്ട് തരുന്നതിന് മുൻപേ ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം. ആ ഔട്ട്ലൈനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകാം. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് പഠന സിദ്ധാന്തങ്ങളെ മെയിൻലി എല്ലാവരും വന്നില്ലേ തിരിച്ചു വന്നില്ലേ ഓക്കെ. പഠന സിദ്ധാന്തങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ മൂന്ന് തരംതിരിവുകളിൽ വ്യവഹാര സിദ്ധാന്തങ്ങൾ എന്നും പറയുന്നുണ്ട്, വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ എന്നും പറയുന്നുണ്ട്, അതേപോലെ തന്നെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾ എന്നും പറയുന്നുണ്ട്. പഠന സിദ്ധാന്തങ്ങളെ ഈ മൂന്ന് കാറ്റഗറിയിലായിക്കൊണ്ടാണ് സിദ്ധാന്തങ്ങളെ തരംതിരിച്ചത്. ഒന്ന് വ്യവഹാര സിദ്ധാന്തങ്ങളെന്നും, മറ്റൊന്ന് വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെന്നും, മറ്റൊന്ന് സാമൂഹ്യ സിദ്ധാന്തങ്ങളെന്നും, അല്ലെങ്കിൽ സോഷ്യൽ തിയറീസ് എന്ന്, കോഗ്നിറ്റീവ് തിയറീസ് എന്ന്, അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന്. ഇവ ഓരോന്നിന്റെയും അണ്ടറിൽ വരുന്ന തിയറികൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ എടുത്തു പഠിക്കേണ്ടതായിട്ടുള്ള വ്യവഹാര സിദ്ധാന്തങ്ങളാണ് പൗരാണികാനുബന്ധനം എന്ന് പറയും, രണ്ട് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധ സിദ്ധാന്തം എന്ന് പറയും, മൂന്ന് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. ഇവ ഓരോന്നിന്റെയും ഉപജ്ഞാതാക്കളെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കണം. പൗരാണികാനുബന്ധന സിദ്ധാന്തം പൗലോവാണ്, തോണ്ടേക്കിന്റേതാണ് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. പ്രവർത്തനാനുബന്ധം ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടേതാണ്? സ്കിന്നറുടേതാണ്. വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ മെയിൻലി 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വൈജ്ഞാനിക സിദ്ധാന്തങ്ങള് മെയിൻലി 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഗസ്റ്റാൾട്ട് തിയറി 3ഉം വൈജ്ഞാനിക സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഗസ്റ്റാൾട്ട് തിയറി എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സമഗ്രതാവാദം എന്നാണ് ആദ്യത്തേത്. അത് ആരുടേത് തന്നെയാണ്? മാക്സ് വെർത്തിമേറുടേത് തന്നെയാണ്. ദെൻ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആരുടേതാണെന്ന് അറിയാവോ? അന്തർദൃഷ്ടി പഠനം, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. കോഹ്ലറുടേതാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ഫീൽഡ് തിയറി അല്ലെങ്കിൽ ക്ഷേത്ര സിദ്ധാന്തം ആരുടേതാണ്? കെർട്ട് ലെവിനാണ്. ഈ 3 പേരും തന്നെയാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക, ഈ സമഗ്രതാവാദ സിദ്ധാന്തവും അന്തർദൃഷ്ടി പഠന സിദ്ധാന്തവും ഫീൽഡ് തിയറിയും ഈ 3 പേരും ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളായിട്ട് കൊണ്ട് അറിയപ്പെടുന്നവരാണ്. ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജി കോഗ്നിറ്റീവ് തിയറീസിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് കോഗ്നിറ്റീവ് തിയറീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അത് പെർസീവ്സ് ആണ്, അല്ലെങ്കിൽ പിന്നെ പെർസെവറൻസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആശയങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഉൾവിളികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ജെനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടേതാണ്? എല്ലാവർക്കും അറിയാം, ജീൻ പിയാഷെയുടേതാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി. ഡിസ്കവറി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നുള്ള ആ ഒരു തിയറി ആരുടേതാണ്? ആശയ സമ്പാദന മാതൃക ആരുടെ തന്നെയാണ്? ബ്രൂണറുടേതാണ്. സ്വീകരണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് എന്നുള്ളതാണ് പറയുന്നത്, അത് ആരുടേതാണ്? ഓസ്ബെൽഡേതാണ്. അപ്പോൾ വ്യവഹാരവാദ സിദ്ധാന്തങ്ങളെ 3 സിദ്ധാന്തങ്ങളായിക്കൊണ്ട് പറയുന്നുണ്ട്, വൈജ്ഞാനികവാദ സിദ്ധാന്തങ്ങളെ 6 സിദ്ധാന്തങ്ങളായിട്ട് എടുത്തു പറയുന്നുണ്ട്, സാമൂഹ്യ സിദ്ധാന്തങ്ങളെ മെയിൻലി 3 ആയിക്കൊണ്ടാണ് എടുത്തു പറയുന്നത്, സോഷ്യൽ തിയറീസിനെ 3 ആയിക്കൊണ്ടാണ് എടുത്തു പറയുന്നത്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം, ന്യൂവസ്റ്റ് വേർഡ് ആണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത്. സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്, മറ്റു മുമ്പത്തെ പേര് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. അത് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിലാണ് എടുത്തു പറയുന്നത്. രണ്ടാമത് സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുടേതാണ്? ഓർത്തു വെക്കണം, പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി, ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഈ 3 എണ്ണമാണ് സാമൂഹ്യ സിദ്ധാന്തങ്ങളിൽ എടുത്തു പറയുന്നത്. ലീ വൈഗോട്സ്കിയുടേതാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം. സാമൂഹ്യ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദൂരുടേതാണ്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആരുടേതാണ്? ഗാഗ്നേയുടേതാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഇതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു നോട്ടമാണ് നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ തന്നെ വരും. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പിന്നെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതെല്ലാം ഔട്ട്ലൈൻ ആണ്. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മാത്രമാണ് ഇത്രത്തോളം പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ കൂടി ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ഓർമ്മയിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് കുറച്ചും കൂടി ഒന്ന് നമുക്ക് പിന്നെ ഇതിലേക്ക് ഇറങ്ങാനുണ്ട്. ഒരു 3 പടി കൂടി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനുണ്ട്. എങ്കിലാണ് നമുക്ക് കേട്ടറ്റ് അക്വയർ ചെയ്യാൻ കഴിയുക. ഇത് നമ്മൾ ഫസ്റ്റ് പടിയിൽ നിൽക്കുകയാണ്. ആഴത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ 3ാമത്തെ ആ ഒരു പടിയിലേക്ക് എത്തുക, അതൊരു ആവറേജ് നിങ്ങൾക്കൊരു പാസ് ആവാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തും. ഒരു 4ാമത്തെ പടി കൂടി നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾ ഫുള്ളി കംപ്ലീറ്റഡ് ആയി, നിങ്ങൾ 100% പാസ് ആവും. ഓക്കെ, ഫസ്റ്റ് പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഈ ഫസ്റ്റ് പടിയിൽ നിങ്ങൾ
മൊത്തം ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഒരു പിക്ചർ നിങ്ങൾക്ക് വ്യക്തമായി ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ദെൻ മാതൃകകളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നിങ്ങൾക്ക് വാട്സപ്പിൽ അത് അയച്ചു തരാം. മാതൃകകൾ അല്ലെങ്കിൽ മോഡൽസ് എന്ന് പറയുന്ന ഒരു 3 ഉള്ളൂ. ആ മാതൃകകളെ കുറിച്ച് നിങ്ങളൊന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക കേട്ടോ. മാതൃകകൾ. അതുകൂടാതെ തന്നെ പിതാക്കന്മാരെയും കൂടി ഞാൻ ഇതിന്റെ കൂടെ അയക്കുന്നുണ്ട് കേട്ടോ. പിതാക്കന്മാർ അവസാനമായിട്ട് വരുന്ന പിതാക്കന്മാർ കൂടി, 2 കാര്യം കൂടി. മാതൃകകളും വരുന്നുണ്ട്, പിതാക്കന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞോ? ആദ്യത്തെ സെഷൻ കഴിഞ്ഞോ? ഒരു 5 ഉള്ളൂ. ഫസീല നജ്മുദ്ദീൻ, അന്വേഷണ പരിശീലന മാതൃക, എൻക്വയറി ട്രെയിനിങ് മോഡൽ ആരുടേതാണെന്ന് അറിയാവോ? റിച്ചാർഡ് സൂക്ഷ്മാൻ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ സച്ചിമാൻ അല്ലെങ്കിൽ സൂക്ഷ്മാൻ, രണ്ടും പറയും കേട്ടോ. റിച്ചാർഡ് സൂക്ഷ്മാൻ. ജോസ്ന രഞ്ജിത്ത്, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മാതൃക, ഡേവിഡ് ഓസ്ബൽ. അടുത്തത് നയന എം സെബാസ്റ്റ്യൻ, ന്യായ അന്യായ അന്വേഷണ മാതൃക, ന്യായ അന്യായ അന്വേഷണ മാതൃക, ന്യായ അന്യായ അന്വേഷണ മാതൃക. ആരാണ്? ഒലിവർ. യെസ്, ഡൊണാൾഡ് ഒലിവർ. ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയും. ന്യായ അന്യായ അന്വേഷണ മാതൃക. മലയാളം വേർഡുകളാണ് നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കേണ്ടത്. രഞ്ജിത്ത് രാജേഷ്, തത്വാനുമാന ചിന്താ മാതൃക, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. അറിയാമോ? ഹിൽഡ താബ അല്ലെ? ഇതാണ് ഈ ന്യായ അന്യായ അന്വേഷണ മാതൃകയിൽ 2 പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. വേറെ ആരെങ്കിലും പറ്റുമോ? ഒലിവറും ഉണ്ട്, ഷാവറും ഉണ്ട് കേട്ടോ. ഒലിവർ ഉണ്ട്, ഡൊണാൾഡ് ഒലിവറും ഉണ്ട്, ഷാവറും ഉണ്ട്, 2 പേരുണ്ട്. തത്വാനുമാന മാതൃകയില് ഹിൽഡ ഡാബ. ആശയ സമ്പാദന മാതൃക ആര് തന്നെയാണ്? ബ്രൂണറുടെ. ഓക്കെ, റിച്ചാർഡ് സച്ച്മാൻ, ഡേവിഡ് ഓസ്ബെൽ. ദെൻ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നും അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ എന്നും ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്നും ദെൻ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്നും ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നും ആണ് പറയുന്നത്. 2ാമത്തെ സെഷൻ ഈ സോക്രട്ടീസിന്റെ സൈദ്ധാന്തിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട മാതൃകയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയോ? ഒരു ചോദ്യം ചോദിച്ചത്, അതാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. അത് ഏതിനെയാണ് അത് അറിയപ്പെടുന്നത് അറിയോ? സോക്രട്ടീസിന്റെ സൈദ്ധാന്തിക ആശയവുമായി ബന്ധപ്പെട്ടുള്ള മാതൃക. ആർക്ക് പറയാൻ കഴിയും? ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ ഇതിന് ആൻസർ പറയുന്നവർക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തരുന്നതായിരിക്കും. അമൃതയ്ക്ക് പറയാൻ കഴിയും? അമൃത വിജയൻ? ഇല്ല സാർ, ഇല്ല. ഇപ്പൊ പറഞ്ഞതിലുള്ളത് തന്നെയാണ്. എന്താ സജിത? ചോദ്യോത്തര രീതി അല്ലല്ല, നമ്മളിപ്പോ പറഞ്ഞതിലുള്ളതാണ്. അല്ല, ആർക്കെങ്കിലും ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയോ? നൈയാമികം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നൈയാമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ എന്നുള്ളതാണ് നൈയാമികം ട്ടോ. ഞാൻ പറയാം, ഇനിയിപ്പോ ഒന്നും ഉണ്ടാവില്ല, അധികം പറയാൻ. അന്യായ അന്വേഷണ മാതൃകയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. നൈയാമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ആണ് കേട്ടോ. അതാ ഞാൻ എടുത്തു പറഞ്ഞത് അവിടെ. നൈയാമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറലാണ്, എത്തിക്കലാണ് എന്നുള്ള വേർഡാണ് അവിടെ വരിക കേട്ടോ. നൈയാമികം എന്നൊന്നും പറഞ്ഞു പോകരുത്. അത് കോൾബർഗ്സിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള വേർഡാണ് നൈയാമികം. കോൾബർഗ്സിന്റെ തിയറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കോൾബർഗ്സ് തന്നെയല്ലേ ആ ഒരു 3+2 ഓരോന്നിനും 2 വീതം വരുന്ന സ്റ്റേജസ്. അതെ, അതാണ് നൈയാമികം എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ന്യായ അന്യായ അന്വേഷണ മാതൃക എന്നുള്ളതാണ് കേട്ടോ. ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ സോക്രട്ടീസിന്റെ സൈദ്ധാന്തിക ആശയവുമായി ബന്ധപ്പെട്ടുള്ള മാതൃകയാണ് ന്യായ അന്യായ അന്വേഷണ മാതൃക എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പിതാക്കന്മാരുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ്? വിദ്യാഭ്യാസ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് ആരാണ്? വൈകാരിക ബുദ്ധിയുടെ പിതാവ് ആരാണ്? വേഗം കണ്ടെത്തുക. കഴിഞ്ഞോ? ആ സാർ. യെസ്, പറഞ്ഞോളൂ. വിദ്യാഭ്യാസത്തിന്റെ ആരാണ് പിതാവ്? അരിസ്റ്റോട്ടിൽ. കൊമേനിയസ്. വിദ്യാഭ്യാസ സമൂഹ ശാസ്ത്രത്തിന്റെയോ? ജോർജ് പെയിൻ. ബുദ്ധി പരീക്ഷയുടെയോ? ആൽഫ്രഡ് പിന്നെ ആൽഫ്രഡ് ബീൻ. വൈകാരിക ബുദ്ധി? ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. ഇതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. സാറേ ആൻസറുകൾ ഒന്നും കൂടെ പറയാമോ? വിദ്യാഭ്യാസത്തിൻ്റെത് കോമിനിയസ്, വിദ്യാഭ്യാസ സമൂഹ ശാസ്ത്രത്തിൻ്റെത് ജോർജ് പെയിൻ എന്ന് പറയും, ജോർജ് പെയിൻ. ബുദ്ധി പരീക്ഷയുടേത് ആൽഫ്രഡ് ബീന്. വൈകാരിക ബുദ്ധിയുടേത് ഡാനിയൽ ഗോൾമാൻ. മുൻപത്തത് റിച്ചാർഡ് സൂക്ഷ്മാൻ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഡേവിഡ് ഓസ്ബെൽ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ. ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷാവർ, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ. ഹിൽഡ ഡാബ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. ബ്രൂണർ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്കിലേക്ക് കൂടി പോകാലോ അല്ലെ? റെഡി അല്ല എല്ലാവരും? ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് വികാസ ഘട്ടങ്ങളില് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് എറിക് എറിക്സൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൽ ഈ ഒരു വികാസഘട്ടങ്ങളിൽ കുറെ വികാസഘട്ടങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതിൽ എറിക്സനെ കുറിച്ച് നമുക്കൊരു ഒരു 3-4 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു മനുഷ്യൻ പ്രധാനമായും 8 ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും അറിവും പക്വതയും ആർജിക്കുകയും ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എറിക്സൺ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടുള്ളത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നതിൽ പഠിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിക്ക് പല ഘട്ടങ്ങളിലൂടെ വളർച്ച നടക്കുന്നു. ആ ഘട്ടങ്ങൾ 8 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നതെന്നും അങ്ങനെ ആ ഘട്ടങ്ങളിലൂടെ പോവുക വഴിയാണ് ആ വ്യക്തിക്ക് അറിവ് സമ്പാദിക്കുന്നു, അതേപോലെ തന്നെ ആ വ്യക്തി പക്വത ആർജിക്കുന്നതും ആ ഘട്ടങ്ങളിലൂടെ പോകുക വഴിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എറിക് എച്ച് എറിക്സൺ ആണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് പറയുന്നത്, അഥവാ മനോസാമൂഹിക വികസന സിദ്ധാന്തം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളോട് ചോദിച്ചതാണ് മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളതാണ്. അത് എറിക്സൺ ആണ്. എറിക് എച്ച് എറിക്സൺ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആയിട്ട് അറിയപ്പെടുന്നത്. മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? എറിക് എച്ച് എറിക്സൺ എന്ന് പറയണം. ഇംഗ്ലീഷ് വേർഡ് ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അടുത്തൊരു കാര്യം കൂടിയുണ്ട്. 8 സ്റ്റേജുകൾ അല്ലെങ്കിൽ 8 ഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അഹം വ്യക്തിത്വം എന്ന് അല്ലെങ്കിൽ അഹം വ്യക്തിത്വം. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഈഗോ അല്ലെ, നമ്മുടെ ഈഗോ. അഹം വ്യക്തിത്വം എന്ന ആ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത് സാമൂഹിക ഇടപെടലുകളിൽ കൂടി ആണെന്ന് ശക്തമായി വാദിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അഹം വ്യക്തിത്വം, ഞാനെന്ന ബോധം അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി, എൻ്റെ ഒരു സത്വം അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്കുള്ള ഒരു വ്യക്തിത്വം, ആ ഒരു അഹം വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത്, അത് വികസിച്ചു വരുന്നത് സാമൂഹ്യ ഇടപെടലുകളിലൂടെയാണ്
എന്ന് ശക്തമായി വാദിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് എറിക് എച്ച് എറിക്സൺ എന്നുള്ളതാണ്. ഇവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളോട് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുക. ആ ചോദ്യങ്ങളെല്ലാം നമ്മളോട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ വരുന്ന ഒന്നാണ് ഇദ്ദേഹത്തിന്റെ 8 ഘട്ടങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ചോദിക്കും. ഈ 8 ഘട്ടങ്ങളിൽ അഡീഷണൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 8 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ പേരുകൾ കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ് 8 ഘട്ടങ്ങള്? അടിസ്ഥാന വിശ്വാസം എന്നും അല്ലെങ്കിൽ അവിശ്വാസം എന്നും, സ്വാശ്രയത്വം എന്നും ലജ്ജ എന്നും, മുൻകൈയെടുക്കലെന്നും കുറ്റബോധമെന്നും, കർമ്മോത്സുകമെന്നും അപകർഷതാബോധമെന്നും, വ്യക്തിത്വ സ്ഥാപനമെന്നും വ്യക്തിത്വ പ്രതിസന്ധി എന്നും, ഗാഢബന്ധം അല്ലെങ്കിൽ ഏകാകിത്വം എന്നും, നിർമ്മാണക്ഷമത അല്ലെങ്കിൽ നിശ്ചലത എന്നും, സമഗ്രത അല്ലെങ്കിൽ ഉദ്ഗ്രതിത്വം എന്നും, നിരാശ എന്നും. ഓക്കെ, ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസം ലഭിക്കുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അവിശ്വാസിയാവുന്നു. ഒരു സംഭവം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാശ്രയത്വം നേടുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ലജ്ജയുണ്ടാകുന്നു. ഒരു സംഭവം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻകൈ എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവുന്നു. ഒരു സംഭവം കിട്ടിയാൽ അത് കർമ്മോത്സുകത ഉണ്ടാക്കുന്നു. ആ സംഭവം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അപകർഷത ഉണ്ടാക്കുന്നു. ഒരു സംഭവം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വ ഐഡന്റിറ്റി ഉണ്ടാവുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാവുന്നു. ഇങ്ങനെ ഒന്ന് ലഭിച്ചാൽ ഇത് ഉണ്ടാവുകയും ആ ഒന്ന് ലഭിക്കാതിരുന്നാൽ മറ്റൊന്ന് ഉണ്ടാവാതിരിക്കുകയും അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായി ഭവിക്കുകയും ചെയ്യുന്നു എന്ന ആ ഒരു തിയറി നമുക്ക് വ്യക്തമാക്കി തന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയിൽ, സാമൂഹിക ഇടപെടലുകളിലൂടെയുള്ള വളർച്ചയിൽ ആ വ്യക്തി പക്വത ആർജിക്കുന്നത്, ആ വ്യക്തിക്ക് അറിവുണ്ടാകുന്നത് ഈ ഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് എന്തൊക്കെയെന്നുള്ളതും ആ ഘട്ടങ്ങളിൽ തന്നെ ആ വ്യക്തിക്ക് അത് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണം, അല്ലെങ്കിൽ അധ്യാപകരെ കൊണ്ടാവണം, അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടാവണം എന്ന് വ്യക്തമാക്കുന്ന ഒരു തിയറിയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാക്ടിക്കൽ ലെവലിൽ കൂടി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആവുന്ന നമ്മുടെ കൗൺസിലിംഗിലും നമ്മുടെ ഗൈഡൻസിലും അതേപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് മേഖലയിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ഇന്ററാക്റ്റീവ് സെഷൻ വെക്കുമ്പോഴൊക്കെ വളരെ ആവശ്യമായി വരുന്ന ഒരു തിയറിയാണ്, ആ ഒരു കോൺസെപ്റ്റാണ് ആരുടേതെന്ന് പറയുന്നത് എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്നത്. ഇത് പ്രായോഗിക തലത്തിൽ കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളോട് ആവർത്തിച്ച് ഈ ചോദ്യം നമ്മൾ കേട്ടറ്റിനും LPSIക്കും HSIക്കും പിന്നെ അതേപോലെ തന്നെ CTETനും സെറ്റിനും നെറ്റിനും എല്ലാത്തിനും ചോദിക്കുന്നത് ഈ ഒരു എറിക് എച്ച് എറിക്സനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. എന്താണ് ആ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത്? ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് എന്ന് പറയും അല്ലെ, അറിയാലോ. ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയും. ദെൻ ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ് എന്ന് പറയും. ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി എന്ന് പറയും. ദെൻ ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ. ആ റോൾ കൺഫ്യൂഷൻ ഒക്കെ ഏത് ഘട്ടത്തിലാണ്? ഇതിനെ കമ്പാരിസണും കൂടി നടത്തുന്നുണ്ട്. ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ കമ്പയറിംഗും കൂടി ഇതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർത്തു വെക്കണം. കമ്പാരിസൺ, അതായത് പിന്നെ അഡോളസെന്റ് പീരീഡിൽ നടക്കുന്ന കാര്യം എന്താണ്, ചൈൽഡ്ഹുഡിൽ നടക്കുന്ന സംഭവം എന്താണ്, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, അഡൽട്ട് പിന്നെ എന്താണ് ലേറ്റ് ചൈൽഡ്ഹുഡിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏർലി അഡോളസെന്റില്, മിഡിൽ അഡോളസെന്റില്, പിന്നെ ലേറ്റ് അഡോളസെന്റിൽ എങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് അഡോളസെന്റ്, ചൈൽഡ്ഹുഡ്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ അഡൾട്ട്ഹുഡ്, ദെൻ ഓൾഡ് ഏജ്, ഈ ഓരോ ഘട്ടങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്, ആ ഓരോ ഘട്ടങ്ങളെയും ഇവയെ കോർത്തിണക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയും കൂടി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കുക എന്താണ് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്, ദെൻ ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി, ദെൻ ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ, ദെൻ ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ ഏകാകിത്വം അല്ലെ, ദെൻ ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ എന്ന് പറയും. സ്റ്റാഗ്നേഷൻ ഒന്നുമില്ലാത്ത അവസ്ഥ, സ്തംഭനാവസ്ഥ, സ്തംഭിച്ചു പോകാന്നൊക്കെ പറയുന്ന രീതി. ദെൻ ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പയർ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മാസ്ലോ ഒക്കെ പറയുന്നത്, അബ്രഹാം മാസ്ലോ ഒക്കെ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഓരോന്നും ഒന്നൊന്നിനോട് താരതമ്യം അല്ലെങ്കിൽ ഒന്നൊന്നിനോട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് കൂടി നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കുക വഴി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ഇവ ഓരോന്നിന്റെയും ഏജ് ലിമിറ്റ് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് വളരെ പക്കവായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ട് തന്നെ ഇതിനെ കാണുക. ഇതിന്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുമെങ്കിൽ ഇറങ്ങാം നമ്മൾ മറ്റു വരുന്ന ക്ലാസ്സുകളിലേക്ക്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവയെങ്കിലും ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, ശൈശവ കാലഘട്ടം എന്നുള്ളതാണ് പറയുന്നത്. 0 മുതൽ 1 വയസ്സ് വരെ.
ദെൻ ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽട്ട്, പൂർവ്വ പഠനകാലം എന്നാണ് പറയുന്നത്, വിദ്യാലയ കാലഘട്ടം എന്നും പറയുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ദെൻ ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയും. സ്വയംഭരണം അല്ലെങ്കിൽ സ്വയാധികാരം ഓർ ലജ്ജയും സംശയവും. ദെൻ ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി, സംരംഭകത്വം ഓർ അപകർഷത, അത് സ്കൂൾ കാലഘട്ടം 6 മുതൽ 12. ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത് 1.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെ. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ശൈശവമാണ് 1 വയസ്സ് വരെയുള്ളത്. രണ്ടാമത്തെ ഘട്ടം പിന്നെ മുൻകാല ബാല്യമാണ് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളത്. മൂന്നാമത്തെ ഘട്ടം പൂർവ്വ പഠനകാലമാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളത്. നാലാമത്തെ ഘട്ടം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് കൂടി വരാൻ സാധ്യതയുണ്ട്. എന്ത് ഡൗട്ട്? 0 മുതൽ 1 വയസ്സ് വരെയാണോ 1.5 വയസ്സ് വരെയാണോ, അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണോ 3.5 വയസ്സ് വരെയാണോ, അല്ലെങ്കിൽ 2.5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെയാണോ, അല്ലെങ്കിൽ 6 മുതൽ 12 വയസ്സ് അല്ലെങ്കിൽ 12.5 വയസ്സ് 13 വയസ്സ് വരെയൊക്കെയാണോ എന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് പല പുസ്തകങ്ങൾ നോക്കുമ്പോൾ, പല ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു PG ലെവലിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായി മനസ്സിലാവും. പക്ഷെ അതൊന്നും നിങ്ങൾ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല. കാരണം ഓരോ സയന്റിസ്റ്റുകൾ എടുത്തുകൊണ്ട് അഡോളസെന്റ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഓരോ സയന്റിസ്റ്റുകളും ഓരോ ഏജിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് 0 to 1 or 1.5 എന്നോ അല്ലെങ്കിൽ 2 എന്ന് വരെയൊക്കെ വരും. ചില സയന്റിസ്റ്റുകൾ മാറിയിട്ടുണ്ട്, 2 വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നമ്മുടെ PSC തലത്തിൽ അല്ലെങ്കിൽ കേട്ടിട്ട് തലത്തിൽ ഈ ഒരു ഏജ് പീരീഡ് നിങ്ങൾ മനസ്സിലുറപ്പിക്കാൻ ശ്രമിക്കുക. മറ്റു പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഏജ് പീരീഡിൽ മാറ്റങ്ങൾ വന്നതായിട്ട് കാണാം. പക്ഷെ അതിൽ നിങ്ങൾ ഡെസ്പാവേണ്ടിയില്ല. ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ആ പുസ്തകം തെറ്റാണെന്നൊന്നും നിങ്ങൾക്ക് വാദിക്കേണ്ടതില്ല. മറിച്ച് എന്താണ് ഓരോ സയന്റിസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആ പുസ്തകങ്ങളെ ഇറക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പുസ്തകം റെഫർ ചെയ്തുകൊണ്ടായിരിക്കും ആ പുസ്തകം ഇറക്കിയിട്ടുണ്ടാവുക, മറ്റൊരു പുസ്തകം റെഫർ ചെയ്തുകൊണ്ടായിരിക്കും ആ പുസ്തകം ഇറക്കിയിട്ടുണ്ടാവുക. അപ്പോൾ പുസ്തകങ്ങൾക്കനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ച് ഏജിൽ സ്ലൈറ്റ്ലി വേരിയൻസ് വന്ന് കാണുന്നുണ്ടാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ മാതാപിതാക്കളോട് കൂടുതൽ അടുപ്പം കുട്ടികൾക്കുണ്ടായാൽ ആ കുട്ടികളിൽ വിശ്വാസം ജനിക്കും. ആ കുട്ടികൾക്ക് അടുപ്പം ഇല്ലാതെ വന്നാൽ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടികളെ ശ്രദ്ധിക്കാതെ വരിക, അല്ലെങ്കിൽ ആ കുട്ടികളെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തോ തോന്നിയ പോലെ നടന്നോട്ടെ എന്ന ചിന്താഗതി മാതാപിതാക്കളിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികളിൽ എന്ത് ജനിക്കും? മിസ്ട്രസ്റ്റ്, അവിശ്വാസം ജനിക്കും. വിശ്വാസമില്ലാത്ത ആ ഒരു മെന്റാലിറ്റി കുട്ടികളിൽ ജനിക്കും. അപ്പോൾ വേണ്ട രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവുക. അല്ലാത്ത രീതിയിൽ ഓപ്പോസിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതിരിക്കുക, ആവശ്യമായ സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാതിരിക്കുക, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതിരിക്കുക, സമൂഹത്തിൽ വീട്ടിലുള്ളവരെ പരിഗണിക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ആ കുട്ടികളിൽ അവിശ്വാസം ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ലഭിക്കുമ്പോൾ അത് ആ വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവുന്നു, അത് ലഭിക്കാതെ വരുമ്പോൾ അവിശ്വാസിയാകുന്നു. അതേപോലെ തന്നെയാണ് ഓട്ടോണമസ് വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് ശൗചാലയ പരിശീലനമാണ്, അല്ലെ? ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയും. അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റിൽ കൊണ്ടുപോയി കഴുകിച്ചു കൊടുത്ത് വൃത്തിയാക്കി ക്ലിയർ ആക്കി വന്ന് തുടച്ച് വസ്ത്രം ധരിച്ച് ആ ഒരു സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ ട്രെയിനിങ് പ്രോപ്പർ ആവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. അത് കംപ്ലീറ്റ് അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അവിടെയൊക്കെ രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ കുട്ടികൾ എന്തുണ്ടാവുന്നു? ഡൗട്ട് ഉണ്ടാകുന്നു, ഷെയിം ഉണ്ടാകുന്നു, ആ കുട്ടികൾ ഡൗട്ട് ജനിക്കുന്നു, അല്ലെ? ഡൗട്ട്ഫുൾനെസ് എന്നൊക്കെ വരുന്നത് വലുപ്പത്തിൽ വരുന്നതിന് ഡെലൂഷണൽ ഹാലൂസിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെ ഉണ്ട്. ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ സംശയിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പറയുന്ന ആ ഒരു സംശയങ്ങൾ പോലും ഈ ഒരു ഘട്ടത്തിൽ പോലും വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഈ ഒരു തിയറിയുടെ ഭാഗത്ത് അങ്ങനെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അതൊന്നും നമ്മൾ അതിലേക്കൊന്നും വേണ്ട. പിന്നെ പര്യവേക്ഷണം അല്ലെങ്കിൽ പ്രധാനമായി നടക്കുന്നു. പൂർവ്വ പഠനകാലത്തിൽ പര്യവേക്ഷണം പ്രധാനമായി നടക്കുന്നു. ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്. പര്യവേക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മലയാളം? ഇംഗ്ലീഷ് എന്താണ്? പര്യവേക്ഷണത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? എക്സ്പ്ലോറേഷൻ ആണ്. എക്സ്പ്ലോറേഷൻ, അല്ലെ? എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തുക, അല്ലെ? ഫൈൻഡിങ്സ് നടത്തുക എന്ന് പറയുന്നു. എക്സ്പ്ലോറേഷൻ, പര്യവേക്ഷണം.
പര്യവേക്ഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഇനീഷ്യേറ്റീവ്നെസ് ഉണ്ടാകുന്നു. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ, കണ്ടെത്തലുകൾക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ എന്തുണ്ടാവുന്നു? ഗിൽറ്റ്, കുറ്റബോധം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ് റൂമുകളിലാണ്, നമ്മൾ ടീച്ചേഴ്സാണ് അവിടെ ഈ റോള് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സാണ് അവിടുത്തെ റോൾ വരുന്നത്. കുട്ടികൾക്ക് കണ്ടെത്താനുള്ള സാഹചര്യം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലോഷർ ഇട്ട് കൊടുക്കുക, അതിനുള്ള മെറ്റീരിയൽസ് കൊടുക്കുക, അതിന്റെ ഹിന്റുകൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു, ആ കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകുന്നു, ഇനീഷ്യേറ്റീവ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. അഥവാ അതിടാതെ കുട്ടികൾ, പിന്നെ അധ്യാപകർ നേരെ പിന്നെ ക്ലാസ് റൂമിൽ പോകുന്നു, പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു, അത്രമാത്രം ചെയ്തിട്ട് വേഗം ഇറങ്ങി പോകുന്നു, കുട്ടികളുടെ സംശയങ്ങളൊന്നും ദൂരീകരിക്കാനുള്ള സമയം കൊടുക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ, കുട്ടികൾക്ക് എന്താണ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഇത് വരില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു, കുറ്റബോധം ഉണ്ടാവുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി എന്ന് പറയാം. അത് നമ്മുടെ ഒരു ഭാഗമാണ് സ്കൂൾ പഠനം. ആ സ്കൂൾ പഠനത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കുട്ടികൾക്ക് റോള് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഒരു റോൾ കൊടുക്കുക എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കൊടുക്കുക, ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കുക, കുട്ടികളെ കൊണ്ട് കാര്യം ക്ലാസ് എടുപ്പിക്കുക. ഓക്കെ, പിന്നെ ക്ലാസിന്റെ ഇൻചാർജ് ഒക്കെ ഏൽപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി എന്നുള്ള ഒരു ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 4 ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ, then intimacy versus isolation, then generativity versus stagnation, then integrity versus despair. ഓക്കെ, അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വാർദ്ധക്യകാലം എന്ന് 65 വയസ്സ്, അത് നമ്മളോട് ചോദിക്കുന്ന ഭാഗമല്ല. നമ്മൾ ജനറേറ്റീവ് വേഴ്സ് സ്റ്റാഗ്നേഷൻ മുതൽ നമ്മളോട് ചോദിക്കില്ല. 7ഉം 8ഉം സ്റ്റേജ് നമ്മളോട് ചോദിക്കില്ല. LPS UPS സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കാറ്റഗറി 1 to കാറ്റഗറി ആണെങ്കിൽ ഈ 4 സ്റ്റേജാണ് ചോദിക്കുക. കാറ്റഗറി 3 ആണെങ്കിൽ 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ 5ഉം 6ഉം സ്റ്റേജ് ആണ് ചോദിക്കുക എന്നുള്ള. 7ഉം 8ഉം സ്റ്റേജ് നമ്മളോട് ഒരു പരിധിയിലേറെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ലെവൽ നിങ്ങളൊരു വീട്ടിലൊക്കെ മുതിർന്നവരും പ്രായമായവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രായമായവരുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്രതിഫലനമാണ് അവരുടെ എന്തിലേക്ക് നയിക്കുന്നത്, ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ആ ഒരു പ്രായമായ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു എന്ന് ഒരു ഉറപ്പ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കും? സമഗ്രതാബോധം ഉണ്ടാവും, ഇന്റഗ്രിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വിശാല മനസ്കത ഉണ്ടാവും എന്നുള്ളതാണ് ആ വ്യക്തിക്ക്. അതേസമയം ആ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള ജീവിത കാര്യങ്ങളും ഒന്നും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തികമായ പ്രയാസം കൊണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചത് കൊണ്ടും ഒക്കെ ആ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി, ആ പ്രായമായ വ്യക്തി, ആ വ്യക്തികൾ ഡിസ്പയർ ഉണ്ടാവും, നിരാശാബോധം ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, മുതിർന്നവർക്ക് നമ്മളുടെ പരിഗണന കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, സാന്ദർഭികവശാൽ ഇതൊരു നമ്മുടെ ഒരു ലൈഫ്, ഒരു മെന്റാലിറ്റി കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു 8ാമത്തെ സ്റ്റേജ് ഇവിടെ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ എന്നുള്ള സ്റ്റേജിലായിരിക്കും. ഉൽപാദനക്ഷമത ഓർ ജഡത്വം ഓർ സ്തംഭനാവസ്ഥ. നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പിന്നെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക, നല്ല വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവുക, നല്ല ബോധ്യം ഉണ്ടാവുക, നല്ല കോൺഫിഡന്റ് ഉണ്ടാവുക, എല്ലാവർക്കും നല്ല ഗൈഡൻസും ഡയറക്ഷൻസും കൊടുക്കുക. ഇതൊന്നും കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്തുണ്ടാവും? സ്റ്റാഗ്നേഷൻസ് ഉണ്ടാവും. ഉൽപാദനക്ഷമത അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉൽപാദനക്ഷമത നമ്മളിൽ ഉണ്ടാവും അല്ലെ. അതല്ല എങ്കിൽ ജഡത്വം ഉണ്ടാവും, ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാവും, ഒരു മുരടിച്ച അവസ്ഥ ഉണ്ടാവും. എല്ലാത്തിനും നെഗറ്റീവ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും പോസിറ്റീവായി അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആയി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പല കാര്യങ്ങളും നമുക്ക് നേടേണ്ട സമയത്ത് തന്നെ നേടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കൗൺസിലിംഗിന്റെയും ഗൈഡൻസിന്റെയും ഭാഗമായിക്കൊണ്ട് ഓരോ സ്റ്റേജിലും കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം, ആ കുട്ടികൾ ഇന്നത് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇന്നത് വന്നിട്ടുണ്ടാവുക, ഓരോ വ്യക്തികളും ഇന്നത് കിട്ടാത്തത് കൊണ്ടാവും ഇന്നത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ആ വ്യക്തിയോട് വിശാല മനസ്കതയോടുകൂടി, അല്ലെങ്കിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു തരത്തിലുള്ള പ്രെജുഡിസോ, ഒരു തരത്തിലുള്ള ഇൻഫീരിയോറിറ്റിയോ, ഒരു തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്ഡ് മെന്റാലിറ്റിയോ ഒന്നും നമ്മൾ ഇല്ലാത്ത വിധം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ആളുമായിട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് നടത്താൻ കഴിയുക. TA എന്ന് പറയും. അതൊക്കെ നമ്മളെ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. TA, ട്രാൻസാക്ഷണൽ അനാലിസിസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വേറൊരു ഭാഗത്തിൽ ഉൾപ്പെടുത്താം. എറിക് ബേണിന്റേതാണ്. എറിക്സൺ അല്ല, എറിക് ബേൺ എന്ന് പറയും. ട്രാൻസാക്ഷൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രോപ്പറായി നടത്തണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും മനുഷ്യന് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുക. അത് ലഭിക്കാതെ വന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയായി മാറുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മെച്യൂരിറ്റി ഉണ്ടാവുന്നു എന്ന് പറയാൻ കഴിയുക. അപ്പോൾ കാറ്റഗറി 3-ലുള്ളവരാണെങ്കിൽ ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ ആണ്. ആ റോൾ നിങ്ങൾ അഡോളസന്റ് പീരീഡിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ആ അഡോളസന്റ് പീരീഡിലുള്ള കുട്ടികളിൽ സാമൂഹിക ബന്ധങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കണം. ആ കുട്ടികൾ മുതിർന്നവരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നുണ്ടാവും അല്ലെ.
അപ്പോൾ ആ ബന്ധത്തിന് നമ്മൾ വേറിട്ട് കാണാൻ പാടില്ല. നമ്മൾ അധ്യാപകരോട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കും. മുതിർന്നവരോട് അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാരോടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, അവരുടെ മുതിർന്നവരോടായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. സാമൂഹിക ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് അവിടെ നടക്കുക. അതിനുശേഷം യൗവനത്തിലേക്കും യുവത്വ ഘട്ടത്തിലേക്കും ജനങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, സമൂഹവുമായ ബന്ധമാണ് ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ വരിക. ഇന്റിമസി വേഴ്സ് ഐസൊലേഷനിലാണ് ജനങ്ങളുമായുള്ള ഗൂഢ ബന്ധങ്ങളിലേക്ക്, ജോലി സാധ്യതയിലേക്കൊക്കെ പോകുന്നത്. ആ ഏജ് കൂടി നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റേജ് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ, ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഈ ചാനൽ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, HSA എല്ലാ സബ്ജക്റ്റുകളും കൊടുക്കുന്നുണ്ട്, കേട്ടറ്റ് 3 എല്ലാ സബ്ജക്റ്റും, അതേപോലെ തന്നെ കേട്ടറ്റ് 1-2 സബ്ജക്റ്റുകളും, അതേപോലെ തന്നെ LPSA UPSA സബ്ജക്റ്റുകളും. നമ്മൾ മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത വീഡിയോകളായിക്കൊണ്ടും, അതേപോലെ തന്നെ PDF നോട്ടുകളായിക്കൊണ്ടും, അതേപോലെ തന്നെ ഓൺലൈൻ പരീക്ഷകളായിക്കൊണ്ടുമാണ് ഡെയിലി ക്ലാസ്സുകൾ എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ അറിവിലുള്ളവർക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പരമാവധി നമ്മുടെ സ്ഥാപനത്തിലേക്ക് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ടീച്ചിങ് മേഖലയാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ വരുന്നതാണ് PSC കോച്ചിങ് എന്ന് പറയുന്നത്. അത് പ്രിലിമിനറിയും മെയിൻസുമാണ്. അതിന്റെ റെക്കോർഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ LPSA UPSA കേട്ടറ്റ് 1-2, then HSA കേട്ടറ്റ് 3, then PSC പ്രിലിമിനറി ആൻഡ് മെയിൻ. അതുകൂടാതെ തന്നെ ചില സബ്ജക്റ്റുകൾ സെറ്റ് നെറ്റ്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ സയൻസ് ഉണ്ട്. ഇതിൽ സെറ്റും നെറ്റും കൂടി ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ കുറച്ച് പേര് ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തെങ്കിലും അഡീഷൻസ് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. കുറെ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സജഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കേട്ടറ്റ് 3 ഇംഗ്ലീഷ് വേർഡ്സുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണോ പറഞ്ഞത്? ഓക്കെ, അത് നമ്മളിപ്പം കേട്ടറ്റ് 3 ക്ലാസ് അത് വേറെ ക്ലാസ് തന്നെയാണ്. അത് ഇംഗ്ലീഷിലാണ്, ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാണ്, ക്ലാസ് ഇംഗ്ലീഷിലല്ല, അതിന്റെ റൈറ്റിംഗ്സും നോട്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. ഇത് കേട്ടറ്റ് 3 റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ജോയിൻ ചെയ്തവര് ഒരു 10-15 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ജോയിൻ ചെയ്തവർക്ക് ഇംഗ്ലീഷ് ക്ലാസ് ലഭിച്ചിട്ടുണ്ടാവും. അത് സെപ്പറേറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതൊരു നമ്മൾ ജനറൽ ഒരു ഓറിയന്റേഷൻ ആണ്. അപ്പോൾ ജനറൽ ഓറിയന്റേഷനിൽ ഇംഗ്ലീഷും മലയാളം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ HSAക്ക് ക്ലാസ് വേറെയാണ്, ടെറ്റ് 3 ക്ലാസ് വേറെയാണ്, LPSAക്ക് UPSAക്ക് വേറെയാണ്, കേട്ടറ്റ് 1-3 ക്ലാസ് വേറെയാണ്. ഇത് 4 ക്ലാസ്സുകളായിട്ടാണ്, 4 സെഷനുകളായിക്കൊണ്ടാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു, മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ.